നിങ്ങൾ പറിച്ചോളൂ. ഇപ്പോൾ എത്ര കുറച്ച് ഓർഡർ ഉണ്ടല്ലേ? നല്ല അടിപൊളി ചീരയാണുള്ളത്. നിങ്ങൾ നട്ടപ്പം എന്താ ഇട്ടീനോ എന്തെങ്കിലും? ജൈവല്ലേ? ആട്ടുംകാട്ടസ്റ്റ് ഇട്ടിട്ട് നാട്ടാണല്ലേ? ഇതേതാ വിത്ത്? ഏതാണിത്? മഞ്ചേരി വാങ്ങി. ആ ലൂസില്ലല്ലോ? കുഴപ്പമില്ലല്ലോ, വിത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. വാത്താങ്കര അല്ലല്ലേ? നാടനാണല്ലേ? പക്ഷെ വാത്താങ്കര ചീര കാണാൻ രസമാണ്, ടേസ്റ്റ് കുറച്ച് കമ്മി ഉണ്ടോ? ഞാൻ തണ്ട് വെട്ടി കൊടുക്കല. ആ കൊമ്പ് ഉണ്ടാവും. ആ ശരി, ഇവിടെ മാത്രം വെട്ടിയാൽ മതി. മതി. ആ അങ്ങനെ ഉപയോഗിക്കാം. നല്ല ഇളമല്ല. ആ മറ്റാ പറ്റൂല, മറ്റേ പൊട്ടൂല. ആ ഇത് നമുക്ക് വേറെ കയ്യാ ഫുള്ള് ഉപ്പേരൊക്കെ നമ്മൾ പറിച്ചുപോതിന് പൊട്ടുന്ന ലോകം കരുതി ശ്രദ്ധിച്ചിട്ട്. ഇത് ഇളയതാണ്, മറ്റാ അങ്ങനെയല്ലേ? മറ്റാ അങ്ങനെ ഉണ്ട്. പക്ഷെ വാത്താങ്ക ചീര ഞാൻ കൃഷി ചെയ്തിട്ട് തന്നെ ഞാൻ കുറച്ച് സാമ്പിൾ ഉണ്ടാക്കി. പക്ഷെ അത് ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. പക്ഷെ മറ്റേ ടേസ്റ്റ് കമ്മി. കളർ ഉണ്ട് പക്ഷെ ടേസ്റ്റ് ഇല്ല. ചീരക്കൊരു കൊഴുപ്പുണ്ടല്ലോ, അതില്ല. പക്ഷെ ഇത് നല്ല ചീര, നല്ല ചീര. ഇത് നല്ല ചീര, കുഴപ്പമില്ല. നല്ല നല്ല എന്താ നല്ല ക്ലിയർ ചീര. നിങ്ങളോട് ഇവിടെ തന്നെ അല്ലേ? അടുത്ത് തന്നെ പണ്ടേ കൃഷി തന്നെ? ഇത് തന്നെ കൃഷി മാർഗം തന്നെ. അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ വേനൽക്കും മരസത്തായിട്ട് അങ്ങനെ കൃഷി ചെയ്തില്ലേ? നിങ്ങളെ പേരെന്താണ്? സ്ഥലം നിങ്ങൾ ഒറ്റക്കാണിത്? ആ മൂപ്പരാണ്? മൂപ്പര് മുസ്തഫ. വാഴ കൃഷി ഉണ്ട്. അങ്ങനെയല്ലേ? നമ്മളെ സാറ് സുബൈർ സാറ് നല്ല സപ്പോർട്ടാണ്. സുബൈർ സാറ് നല്ല ഉഷാറല്ലേ കൃഷിഭവൻ അല്ലേ? എല്ലാ കാര്യങ്ങളും അറിയിച്ചു തരാനും അതിനൊക്കെ ഉഷാറ് അല്ലേ? നമുക്ക് ഇല്ല കാര്യം നമ്മൾ പറയും. നല്ലാണ്ട് നല്ല പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അത്രേ ഉള്ളൂ. സുബൈർ സാർ ഇപ്പം നമ്മള് കൃഷിഭവനക്ക് വന്നേക്ക് കുഴപ്പമില്ലാത്തൊരു കൃഷിഭവൻ ഉണ്ട് എന്നൊരു കൃഷിഭവൻ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു അല്ലേ? ആ മറ്റേ നമ്മള് കൃഷിഭവൻ ഏതാണെന്ന് തെരഞ്ഞെടുക്കണേ. പക്ഷെ ഇപ്പറല്ല ഈ സുബൈർ സാർ വന്നോട് നമ്മൾ ആരും കുറ്റം പറയാ ഇതാക്കല്ല. നമ്മൾ എല്ലാ കാര്യം അഞ്ച് സുബൈർ സാർ നല്ലാണ് നല്ല പറയും, ഇല്ലെങ്കിലോ പറയും. അപ്പൊ മൂപ്പര് വന്നോടി നമുക്ക് കൃഷിക്കാർക്ക് ഒരു താല്പര്യം ഇങ്ങനെ കൃഷിഭവൻ ഉണ്ട് എന്നുള്ള ഒരാള് അങ്ങനെ സപ്പോർട്ടിന് കാര്യം ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട് ചെയ്യുന്നത്. മൂപ്പര് എല്ലാം വരാനൊക്കെ സാർ. ഞാൻ കുക്കമ്പർ ഉണ്ടാക്കിയിട്ട് മൂപ്പര് എൻ്റെ അടുത്ത് വന്നി ചാനലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, അറിയാം. കണ്ടോ? ആ അപ്പൊ ഞങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടല്ലേ? ആ അപ്പൊ ശരി ശരി. ഞാൻ ചെറിയ ചെറിയ കൃഷികൾ വീട്ടാവശ്യത്തിലുണ്ട്. പക്ഷേ അങ്ങനെയാണല്ലേ? അങ്ങനെ അങ്ങനെ സെക്രട്ടറി ആണല്ലേ? ആ ഗ്രൂപ്പിൽ ഇതൊക്കെ കാണുന്നില്ല നിങ്ങളല്ലേ? ചെയ്യുന്ന വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ പിന്നെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പിന്നെ വേറെ കൃഷികൾ പണിക്കൊക്കെ ചെയ്തു കൊടുക്കില്ല. അങ്ങനല്ലേ? അല്ല അപ്പൊ ഈ കൃഷി മാത്രം ചെയ്താൽ മുന്നോട്ട് പോകാനും ഇപ്പത്തെ കാലത്ത് കഴിയൂലല്ലേ? അതുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയൂല. പിന്നെ അങ്ങനെ ഒക്കെപ്പാടെ തട്ടിമുട്ടി പോകാന്നുള്ളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത സാധനം നമ്മളെ വീട്ടിൽ കൊണ്ടുപോവാം, അത്രേ ഉള്ളൂ. അതൊരു കറക്റ്റ് പോയിന്റ് പറഞ്ഞു. വിഷം ഞങ്ങള് കുറച്ച് കൊടുക്കും ചെയ്യും, കുറച്ച് വിഷമില്ലാത്ത സാധനം നമ്മളെ വീട്ടിൽ തിന്നാം, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ഞാനും കൃഷി ചെയ്യണം, അങ്ങനെ നമ്മളെ വീട്ടാവശ്യത്തിന്. അപ്പൊ കുറച്ച് കൂടുതലാവും മറ്റുള്ളവർക്കും പാടെ കൊടുക്കുക. 50 മില്ലി പിന്നെ കീടനാശിനി ഉപയോഗിക്കണേ. ഞങ്ങളൊരു 10 മില്ലി കുറച്ച് ഇടങ്ങൾ പോണല്ലോ. അല്ല പോയിട്ട് കാര്യം പറ്റ പോയിട്ട് ഇതായിട്ടൊരു കാര്യം. ഇത് വലുത് പറിക്കുമ്പോ ചെറുത് വലുതാവൂലേ? നോമ്പൊക്കെ നല്ലൊരു ഇതാണ്. കയ്യോ കയ്യൂലേ? എന്നാ നോമ്പ് കയ്യില്ല. ഇനിയിപ്പം വേറെ ഇട്ടുണ്ടോ? അല്ലേ അതിന് ചെറുതുണ്ടാവൂലേ? പയറാ കൂടുതൽ നോമ്പ് കറക്റ്റ് കയറാം. വേറെ വെള്ളരി നീ പറിക്കണ്ടോ? വെള്ളേരി അവിടെ പിന്നെ വൈദന ഉണ്ടല്ലേ? ഒക്കെ പറിക്കുന്നുണ്ട്. തക്കാളി എന്താ പറിക്കണേ? തക്കാളി ഞങ്ങൾ അവിടെ കൃഷിഭവനിൽ കിട്ടിയാണ് തയ്യാണ്. തക്കാളി ഉണ്ടല്ലേ? തക്കാളി ഉണ്ട്. അപ്പൊ ഒക്കെ ഒന്ന് കാണാം. ഇതിന്റെ മേളത്തെ കണ്ടത്തിലാണ്. ഇതിന്റെ മേളത്തെ ഇത് പാട്ടത്തിനാ? ഇത് പാട്ടത്തിനാ. അവിടെ ഇവിടെ പന്നിശല്യം അങ്ങനെ കാര്യങ്ങളൊന്നും നല്ല ശല്യം ആണല്ലേ? അതിലൊക്കെ കണ്ടോ? അതിലൊക്കെ പന്നി കിടന്നു. ചീരക്ക് പ്രശ്നം വരുമോ? ചീര ചവിട്ടിട്ട് പോകും. ചവിട്ടിട്ട് പോകൂലേ? ചവിട്ടി കഴിഞ്ഞാൽ അതാവൂലല്ലോ. പയറും ചീരയൊക്കെ ചവിട്ടി. പക്ഷെ കൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, ചവിട്ടി പോവില്ല. ഇതില് വയ്യുണ്ടെങ്കിലേ ഈ വെള്ളത്തിൽ കിടക്കാനാണ് ഏറ്റവും വരുന്നത്. ഈ വെള്ളത്തിലേ അതിൽ കടന്ന് ഉരുണ്ടിട്ടാണ് പോകൂലേ? അപ്പൊ അതില് കിട്ടണ ചവിട്ടി പോകൂലേ? അതിന് വെള്ളം തന്നെ വളരെ കമ്മിയാണ്. അപ്പുറത്ത് തിരിച്ചു കൊണ്ടുപോകും. വെള്ളം ഉണ്ടല്ലോ അപ്പം. പക്ഷെ ഇത് ലാസ്റ്റിക് വെള്ളം ഉണ്ടാവോ? ലാസ്റ്റിക് വെള്ളം കിട്ടുമോ? കമ്മിയാണല്ലേ? നല്ല ചീരല്ലേ, കാണാൻ രസം കേട്ടോ. നമ്മളെ അറിയുന്ന ആൾക്കാർ മൊത്തത്തിൽ ഇത് വാങ്ങിക്കൊണ്ടുപോകും. വിലന്റെ പ്രശ്നമല്ല. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങള് വീട്ടിൽ ഉണ്ടാക്കാൻ അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകൂലേ?
ഒരു കീടനാശിനി ഞങ്ങൾ ഉണ്ടാവില്ല, അധികം ഉണ്ടാവില്ല. അപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകല്ലോ. ഉം. ഇത് പറിക്കണ ഏകദേശം ഫുൾ അയക്കണില്ലേ? പക്ഷെ അതൊക്കെ പാടെ കഴിയുമ്പോൾ നടക്കില്ല. കഴിയൂലേ? പക്ഷെ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞു അവിടെ സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 100-150 കിട്ടും നിർബന്ധം തരുമ്പോൾ. കൊണ്ടുപോകണ്ട് ഞങ്ങള്. ഇന്ന് കൊണ്ടുപോകണ്ടോ? അന്നും നാളെ കൊണ്ടുപോകും. എപ്പോഴാ എനിക്ക് വിളിക്കണ്ടോ? വൈകുന്നേരം ഞങ്ങൾ വണ്ടി വെച്ച് അടുത്ത് കച്ചവടം ചെയ്താൽ കേട്ടോ. 2 വണ്ടി ഉണ്ട്. അപ്പോൾ 2 വണ്ടി വെച്ചാൽ മതി. ഞാൻ നമുക്ക് വീട്ടിൽ ചെയ്യാം. പച്ച മിസ് ചെയ്ത് പച്ച പറിച്ച് വണ്ടില്ലേ? പച്ച വേറെ പറിച്ചാണ്ട് കിട്ടാം. വേറെ പച്ചലോൽ പച്ചയും ചോദിക്കും. ചിലർക്ക് പച്ചാണ് ഇഷ്ടം. നല്ലത് ഈ ചുവന്ന ചീരയാണ്. ചുവന്നാണ് രസം. ആ ചോറില് ആ ചുവന്ന് കിട്ടുമ്പോൾ അത് രസം വേറെ തന്നെ. കറിയൊന്നും ഇല്ലെങ്കിലും വരെ കഴിക്കാം. പക്ഷെ പച്ചക്ക കിട്ടൂല. ചുമപ്പിന് ആ കറി ഇല്ലെങ്കിലും കഴിക്കാം. വാഴപ്പ് വെട്ടിക്കഴിഞ്ഞാലേ? വാഴ വെട്ടിക്കഴിഞ്ഞു. വാഴ പിന്നെ പ്രളയത്തിലേ വാഴ കുറെ നശിച്ചു പോയി തന്നെ. കുറെ കണ്ടമാനം വെച്ചിരുന്നു. 10,000-4,000 വാഴകൾ കുറെ കേടന്ന് പോയി. കഴിയുന്നതും പിന്നെ ഞങ്ങൾ പണിക്കാരെ വിളിച്ചാൽ ഞങ്ങൾ നമ്മളെ ചെയ്യുമ്പോഴാണ് കൃഷി. അല്ലെ പണിക്കാരെ വെച്ചാൽ ഒരു ലാഭം കിട്ടൂല. രാവിലെ 6 മണിയാകുമ്പോ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തണല്ലേ?